നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. അഷ്ടമിരോഹിണി ദിനമായ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പ്രത്യേക പ്രസാദഊട്ടും നടക്കുന്നുണ്ട്. 40,000 പേർക്കുള്ള സദ്യയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിലെ 4 മണ്ഡപങ്ങളിലായി 200-ലേറെ കല്യാണങ്ങളാണ് ഇന്ന് നടന്നത്. രാവിലെ 4 മണി മുതൽ വിവാഹങ്ങൾ നടന്നു. അഷ്ടമിരോഹിണിയുടെ ഭാഗമായി വൈകുന്നേരം മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സും ഉണ്ടാകും. ക്ഷേത്രകല പുരസ്കാരമടക്കം വിതരണം ചെയ്യുക ഈ പരിപാടിയിലായിരിക്കും. ക്ഷേത്രത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര പരിസരത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഒന്നും തന്നെ ഇന്ന് അനുവദിച്ചില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദർശനത്തിന് പ്രത്യേക ക്യൂവും സജ്ജീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 14 ഗ്രന്ഥശാലാ ദിനം. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ദിവസമായ സെപ്റ്റംബർ 14 ഗ്രന്ഥശാലാ ദിനമായി ആചരിക്കുന്നു. തിരുവനന്തപുരത്ത് 1829 സ്ഥാപിക്കപ്പെട്ട പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ ഗ്രന്ഥശാല പിന്നീട് ഒരു പബ്ലിക് ലൈബ്രറിയായി രൂപാന്തരപ്പെടുകയായിരുന്നു. പിന്നീട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിരവധി ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെട്ടു. K. കേളപ്പന്റെ അധ്യക്ഷതയിൽ 1937 ജൂൺ 14 കോഴിക്കോട് 1ാം മലബാർ വായനശാല സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ മലബാർ വായനശാല സംഘം രൂപീകരിക്കപ്പെട്ടു. ഇതേ കാലത്ത് തന്നെ കൊച്ചിയിൽ സമസ്ത കേരള പുസ്തകാലയ സമിതി എന്ന പേരിൽ ഗ്രന്ഥശാലകളുടെ ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. തിരുവിതാംകൂറിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ കൂടിയ പുസ്തകപ്രേമികൾ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം വിളിച്ചുകൂട്ടി. അന്ന് രൂപീകരിക്കപ്പെട്ട അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘമാണ് കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറിയത്. ഗ്രന്ഥശാലാ ദിനത്തിന്റെ ഭാഗമായി വായനശാലകളിൽ രാവിലെ പതാക ഉയർത്തി. ചൂണ്ടൽ പഞ്ചായത്ത് 16-ാം വാർഡിലെ തായങ്കാവിൽ നവീകരിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നു. തായങ്കാവ് ക്ഷേത്രത്തിന് മുന്നിലുള്ള പാതയോരത്ത് നിർമ്മിച്ച ഓപ്പൺ ജിമ്മാണ് നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത്. മുരളി പെരുന്നെല്ലി MLA ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമേഖലയടക്കം കേരളത്തിലെ സമസ്ത മേഖലകളിലും മികവ് പുലർത്താൻ കേരളത്തിന് കഴിഞ്ഞത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്ന് MLA വ്യക്തമാക്കി. നാനാ മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പശ്ചാത്തല സൗകര്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, തൊഴിൽ മേഖല, അതുപോലെ ആരോഗ്യ മേഖല, ഏത് മേഖല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, സമസ്ത മേഖലകളിലും നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പാത പിന്തുടർന്നുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുകയാണ്. ഇവിടെ ചുണ്ടൽ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ നമ്മുടെ ജില്ലയിൽ നല്ല നിലയിലുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ നമ്പർ 1 സംസ്ഥാനമായി കേരളം മുന്നേറിയ കാലഘട്ടമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റേത്. വികസന പ്രവർത്തനങ്ങൾ ഇത്രയും അധികം നടന്ന ഒരു കാലഘട്ടം കേരളത്തിൽ മുൻപുണ്ടായിട്ടില്ലെന്നും പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം NS ജിഷ്ണു, കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A. ജയകൃഷ്ണൻ, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങളായ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, MB പ്രവീൺ, വാർഡ് വികസന സമിതി അംഗം CA ഗോപി എന്നിവർ സംസാരിച്ചു. 4,30,000 രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിം നവീകരിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. കാണിപ്പയ്യൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ ക്ഷേത്രം തന്ത്രി കുന്നത്തൂർ പടിഞ്ഞാറെടുത്ത വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. 7-ന് ക്ഷേത്രാങ്കണത്തിൽ പഞ്ചവാദ്യം നടന്നു. 11 മണിക്ക് പ്രസാദഊട്ടും ആരംഭിച്ചു. വൈകിട്ട് 5-ന് ശോഭയാത്ര സമാപിച്ചതിനു ശേഷം നിറമാല, ചുറ്റിവിളക്ക്, അഷ്ടപതി, രാത്രി 7 മണിക്ക് കലാമണ്ഡലം ഹരിനാരായണനും സംഘവും അവതരിപ്പിക്കുന്ന സീതാ സ്വയംവരം, കഥകളി തുടങ്ങിയവയും നടക്കും.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എരുമപ്പെട്ടി സീറോ മലബാർ സഭ അവകാശ ദിനം ആചരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സഹവികാരി ഫാദർ ജി സക്കരപ്പറ്റിയക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ നീതിഹരിത ന്യൂനപക്ഷ വിവേചനം, സഭാസ്വത്തുക്കൾ കൈയടക്കാനുള്ള നീക്കങ്ങൾ, JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരിന്റെ ഒളിച്ചുകളി, മലയോര തീരദേശ ചെറുകിട കച്ചവടക്കാരുടെ വെല്ലുവിളികൾ എന്നീ വിഷയങ്ങളിൽ നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്നതിനുള്ള ഭീമ ഹർജി ഒപ്പിട്ടു. തിരുഹൃദയം മഠം മദർ സിസ്റ്റർ വിനീത, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ്, കൈക്കാരന്മാരായ AA ജോയ്, MK ജോഷി, KA ബേബി, KA രാജു, കുടുംബ കൂട്ടായ്മ ഫൊറോന കൺവീനർ ബിജു C വർഗീസ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് CV ബേബി, പ്രതിനിധി യോഗം സെക്രട്ടറി MD ജോജി, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ KT സിൻഡോ, PRO P ബിജു ജോർജ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച നിർമ്മാണ തൊഴിലാളിയായ NC ശശികുമാറിന്റെ വെയിൽ ഗന്ധങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന സാംസ്കാരിക സദസ്സിൽ കവി രാവുണ്ണി പ്രകാശന കർമ്മം നിർവഹിച്ചു. പൂർവ്വ അധ്യാപകൻ MS രാമകൃഷ്ണൻ കവിതാ സമാഹാരത്തിന്റെ പ്രതി ഏറ്റുവാങ്ങി. ഒരു മരുഭൂമിയായിരുന്നു എന്നെ ഒരു കാടിനത്ത് വളർത്തിയവർ നിന്റെ പേരാണ് പറഞ്ഞത്. അതിനാണ് കവിത തുടങ്ങുന്നത്. ഒരു മരുഭൂമിയായിരുന്ന എന്നെ ഒരു കാട് നട്ടു വളർത്തിയവരെ നിന്റെ പേരാണ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ അമ്മ എൻ്റെ ഒരു ആദർശമായിരുന്നു. എന്നെ തോൽക്കാതെ ജീവിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്, എൻ്റെ പ്രത്യയശാസ്ത്രം. എന്നെ വൈദ്യക്കാതെ നടത്താൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്, എൻ്റെ പ്രത്യയശാസ്ത്രം. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TK വാസു സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചുമർചിത്രകാരൻ PK സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. CM അബ്ദുള്ള പുസ്തകം പരിചയപ്പെടുത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി PN വിജയകുമാർ കവിതകൾ പാരായണം നടത്തി. എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, ഗിന്നസ് സത്താർ ആദൂർ, ജനപ്രതിനിധികളായ സുധീഷ് പറമ്പിൽ, ഡോക്ടർ VC ബിനോജ്, സാംസ്കാരിക പ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളുമായ KM അഷ്റഫ്, സ്മിത കോടനാട്, EK മിനി, MA ജോസഫ്, CI രാജൻ, വേണുഗോപാലൻ പൈക്കാട്ട്, KM ആനന്ദൻ, AS രവീന്ദ്രകുമാർ, KN ഉണ്ണികൃഷ്ണൻ, KN നിബേഷ്, TG സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു. ഇങ്ങനെയുള്ള ഒരു എഴുത്തുകാരനെ നേരത്തെ സദാനന്ദ മാഷ് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം വിശലമായി പോയി പോകുമ്പോഴും അക്ഷരങ്ങളുടെ ഒരു സ്മരണികയായി ഇത് ഉണ്ടാകണം എന്ന ആഗ്രഹമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇത്തരം ഒരു പുസ്തക പ്രസാധനത്തിന് തയ്യാറായത് എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. ഖത്തറിനെതിരെ നടന്ന ഇസ്രായേൽ കടന്നാക്രമണത്തിൽ കേരള പ്രവാസി സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ബാഹുലയൻ പള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. MA അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സുഭാഷ് മടേക്കടവ് സ്വാഗതവും മണത്തല മേഖലാ പ്രസിഡന്റ് KV സന്തോഷ് നന്ദിയും പറഞ്ഞു. NCP ഗുരുവായൂർ ബ്ലോക്ക് കൺവെൻഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് RTA ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MSCയിൽ 1ാം റാങ്ക് നേടിയ ഹർഷ വിനോദിന് ഉപഹാരം നൽകി അനുമോദിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത് മുഖ്യാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് CL ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ CK രാധാകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം KV മോഹനകൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ KR സുനിൽകുമാർ, അലിക്കുട്ടി വാലിയിൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AS ശിഹാബ്, NCP ഗുരുവായൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ MK ഷംസുദ്ദീൻ, നിഷ വർമ്മ എന്നിവർ സംസാരിച്ചു. കോട്ടൂൽ ശൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫീൻ ബീരാവുണ്ണി മുസ്ലിയാരുടെ 50ാം ആണ്ട് നേർച്ചയുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മഹല്ല് ഹിഫുളുൽ ഖുറാൻ കോളേജിൽ വെച്ച് ചങ്ങരകുളം ഓർക്കിഡ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് തെക്കത്ത് ആരിഫിയ മദ്രസ സദർ മുഅല്ലിം നൂറുദ്ദീൻ കാമിൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ചു. മഹല്ല് പരിപാലന സമിതി അംഗം AA ഫത്താഹുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി LU ആഷിഖ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ഫാമിലി മെഡിസിൻ, സർജറി, പീഡിയാട്രിക്, ഓർത്തോ, ENT, നേത്രരോഗം, ദന്തരോഗം തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തി. കരിക്കാട് അൽ അമീൻ സ്കൂളിലെ റെഡ് ക്രോസ് വളണ്ടിയർമാരുടെ സേവനവും ഉണ്ടായിരുന്നു. ചിറമനേങ്ങാട് കുറിഞ്ചൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗരുഡ പ്രതിമ സമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി രാമസ്വാമി അയ്യർ സമർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ചിറമനേങ്ങാട് പുലിയത്ത് രാഘവൻ രമണി ദമ്പതികളുടെ മക്കളായ അഭിലാഷ്, അശ്വതി, അരുൺ, അനീഷ, അഭിലാഷ് എന്നിവരാണ് വഴിപാട് ക്ഷേത്രത്തിലേക്ക് ആയി നൽകിയത്. കാക്കശ്ശേരി സ്വദേശി കുളക്കാട്ടിൽ രാജുവാണ് പ്രതിമയുടെ ശില്പി.
4 അടി ഉയരത്തിലും 7 അടി വീതിയിലുമാണ് ഗുരുവായൂർ മഞ്ജുളാലിലെ ഗരുഡ പ്രതിമയുടെ മാതൃകയിൽ ശില്പം പണിതീർത്തത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ അനിയൻ കുറിഞ്ചൂർ, ബാബു വാളനാത്ത്, കെ കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ഭക്തജനങ്ങളും പങ്കെടുത്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പെരുമണ്ണൂർ സെന്ററിൽ റോഡ് സേഫ്റ്റി മിറർ സ്ഥാപിച്ചു. ഇടവഴികളിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണുന്നതിനാണ് മിറർ സ്ഥാപിച്ചത്. നിലവിലുണ്ടായിരുന്ന കോൺവെക്സ് മിറർ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായതോടെ മുൻ ക്ലബ് അംഗം മുകുന്ദനാണ് പുതിയത് സംഭാവന ചെയ്തത്. ക്ലബ്ബ് പ്രസിഡന്റ് MV സുരേഷ്, സെക്രട്ടറി കേശവദാസ്, ക്ലബ്ബ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ഗഫൂർ, സുബിൻ, സജീവ് എന്നിവർ കണ്ണാടി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. കലാകായിക പ്രവർത്തനങ്ങൾക്കധികം ജീവകാരുണ്യം പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ക്ലബ് അംഗങ്ങൾ പച്ചക്കറി കൃഷി, പൂക്കൃഷി, സമ്മാന കൂപ്പൺ, നറുക്കെടുപ്പ് തുടങ്ങിയ പദ്ധതികളിലൂടെ ധനസമാഹരണം നടത്തി നിരവധി മാതൃകാപരമായ സഹായങ്ങളാണ് അർഹരായവർക്ക് നൽകുന്നത്. പ്രശസ്ത സംഗീതജ്ഞ MS സുബുലക്ഷ്മിയുടെ ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതത്തെ ആസ്പദമാക്കി ഗാനരചയിതാവ് BK ഹരിനാരായണൻ രചിച്ച പുസ്തകം ശിവം ശുഭം സെപ്റ്റംബർ 16 പ്രകാശനം ചെയ്യും. MS സുബുലക്ഷ്മിയുടെ 109ാം പിറന്നാൾ ദിനത്തിൽ ഗുരുവായൂർ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5-നാണ് പ്രകാശന ചടങ്ങ് നടക്കുക. ചടങ്ങിൽ MS സുബുലക്ഷ്മിയുടെ മകളുടെ പേരക്കുട്ടികളായ S ഐശ്വര്യ, S സൗന്ദര്യ എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയും നടക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ രചന നിർവഹിച്ച പുസ്തകം കറന്റ് ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചരമം. പുന്നേർകുളം ആൽത്തറ നാലാപ്പാട്ട് റോഡ് പരേതനായ നാങ്കോട്ട് വീട്ടിൽ അബ്ദുവിന്റെ മകൻ അബ്ദുൾ കരീം നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം വടക്കേ പുന്നയൂർ പിലാക്കാട്ടിൽ ജുമാ മസ്ജിദിൽ നടത്തി. ഷെരീഫ് ഭാര്യയും ഹാരിസ്, അർഷാദ്, ഹസ്ന എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.